ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, റാഗിയും ഉലുവയും കൊണ്ട്. ഇത് തയ്യാറാക്കാനായി 2 ടീസ്പൂൺ ഉലുവ കഴുകി കുറച്ച് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കണം. അതേപോലെ 4 ടേബിൾ സ്പൂൺ റാഗി കുറച്ച് വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി ഇതേപോലെ കുതിർത്ത് വെക്കണം. രണ്ടും രാത്രി കുതിർത്ത് വെച്ചാൽ രാവിലെ നമുക്ക് ഉണ്ടാക്കാം. ഒരു 5-6 മണിക്കൂർ ഇത് കുതിർന്ന് വരണം. രാവിലെ മിക്സി ജാറിലേക്ക് റാഗി കഴുകി ഇട്ട് കൊടുത്ത് ഉലുവ അതേ വെള്ളത്തിൽ തന്നെ ആ വെള്ളം തന്നെ ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ വെള്ളം കളയേണ്ട, ആ വെള്ളത്തോടെ ഇതിലേക്ക് ഒഴിച്ച് അരമുറി തേങ്ങ ചിരകിയതും ചേർത്ത് 2 ഏലക്കായ, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഇതെല്ലാം കൂടെ നല്ലപോലെ അരച്ചെടുക്കണം. ജീരകം ഇഷ്ടമില്ലാത്തവർ ജീരകം ചേർത്ത് കൊടുക്കണ്ട, ഏലക്കായ ചേർത്താൽ മതി. ഏലക്കായയുടെ നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത്. ഇതിൽ കുറച്ച് കൂടുതൽ വെള്ളമൊഴിച്ച് ലൂസാക്കി എടുക്കണം. റാഗി നല്ലപോലെ വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഇത് അടുപ്പിൽ വെക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് കട്ടയായി വരും, റാഗി വെന്ത് കിട്ടൂല. വെള്ളമൊഴിച്ച് ലൂസാക്കി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഈ ഒരു പാകത്തിൽ വെള്ളമൊഴിച്ച് കൊടുക്കണം, കുറച്ച് നേർപ്പിച്ചിട്ട്. ഇത് ഇളക്കി യോജിപ്പിച്ച് ശേഷം അടുപ്പിൽ വെച്ചാൽ മതി. അടുപ്പിൽ വെച്ച് വെള്ളമൊഴിച്ച് ഇളക്കുമ്പോൾ ഇത് പെട്ടെന്ന് കട്ടയായി പോവും. രുചിയിലും പോഷണത്തിലും ഏറെ മുന്നിലാണ് മുത്താറി. മുത്താറി കാൽസ്യത്തിൻ്റെ ഒരു കലവറ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കുട്ടികൾക്കൊക്കെ മുത്താറി കഴിക്കുന്നത് വളരെ നല്ലതാണ്. മുത്താറിയിൽ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന് ആവശ്യമായ അമിനോ ആസിഡ്, വിറ്റമിൻ എയും ബിയും ഫോസ്ഫറസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധത്തെ അകറ്റുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, വയറ്റിലെ ക്യാൻസർ എന്നിവയെ ഫലപ്രദമായി ചെറുക്കാൻ ഈ മുത്താറി കഴിച്ചാൽ സാധിക്കും. അയഡിൻ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ മുത്താറി പതിവായി ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ അയഡിൻ്റെ കുറവ് പരിഹരിക്കാൻ പറ്റും. അതിനാൽ അയഡിൻ കുറവുള്ളവരെല്ലാം മുത്താറി ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് മുത്താറിയും ഉലുവയും നമ്മൾ കഴിക്കുന്നതുകൊണ്ട്. ഉലുവ കൊളസ്ട്രോൾ കുറക്കാനും ഷുഗർ കൺട്രോൾ ചെയ്യാനും തലമുടി വളരാനും സ്കിന്നിന് തിളക്കം കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഇടക്കിടക്ക് റാഗിയും ഉലുവയും കൂടി ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഈ പാകത്തിൽ മതിയെങ്കിൽ ഇതുപോലെ എടുക്കുക. കുറച്ചും കൂടി കട്ടിയാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ല കുറച്ചും കൂടെ ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ ആ സമയത്ത് ഓഫ് ചെയ്താൽ മതി. ഇനി ഇത് ഓഫ് ചെയ്യുക. ഇതിൽ മധുരം വേണ്ടവർക്ക് ശർക്കരയോ കൽക്കഷ്ണോ തേനോ ഒക്കെ ചേർത്ത് കൊടുക്കുക. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നെയ്യും ശർക്കര ഒക്കെ ചേർത്താൽ ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഷുഗറും കൊളസ്ട്രോളെല്ലാം ഉള്ളവർ മധുരമൊന്നും ചേർക്കണ്ട. ഒരു ഈത്തപ്പഴം 1-2 ഈത്തപ്പഴം ചേർത്താൽ മതി. കുറച്ച് തേങ്ങയും അണ്ടിപ്പരിപ്പും നിലക്കടലയും ഒക്കെ ചേർത്ത് കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ ഇടനേരങ്ങളിലോ ഒക്കെ കഴിക്കുക. ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല. ഞാനിതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഈത്തപ്പഴം, മുന്തിരി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നെയ്യും. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. താങ്ക് യു.